അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെയൊക്കെ നാട്ടിൽ ചില ആളുകളുണ്ട്, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ, ഞങ്ങളല്ലാത്തവരൊന്നും മുസ്ലിമീങ്ങളല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ. ഇസ്ലാം പഠിക്കേണ്ടത് സൗദി അറേബ്യയിലേക്ക് നോക്കിയിട്ടാണ്. സൗദി അറേബ്യയിൽ ഉള്ളതാണെങ്കിൽ അത് ഇസ്ലാമികമാണ്, സൗദി അറേബ്യയിൽ ഇല്ലാത്തതൊന്നും ഇസ്ലാമികമല്ല. ഇസ്ലാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും സൗദി അറേബ്യയെ നോക്കിയിട്ടാണ്. അവിടെയാണ് ഇസ്ലാമിൻ്റെ തുടക്കം, അവിടെയാണ് നബിയും സ്വഹാബത്തും ജീവിച്ചത്, അവിടെ നിന്നാണ് ഇസ്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പടർന്ന് പന്തലിച്ചത്. അതുകൊണ്ട് ഇസ്ലാം പഠിക്കേണ്ടത് സൗദി അറേബ്യയിൽ നിന്നാണ്, സൗദി അറേബ്യയിലേക്ക് നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ. പ്രത്യേകിച്ച് നബിദിനമൊക്കെ വരുന്ന സമയത്താണ് ഇവർ കാര്യമായിട്ട് രംഗത്ത് വരിക. എന്നിട്ട് സൗദി അറേബ്യയിൽ നബിദിന റാലിയുണ്ടോ, സൗദി അറേബ്യയിൽ ഘോഷയാത്രയുണ്ടോ, സൗദി അറേബ്യയിൽ മിഠായി വിതരണമുണ്ടോ, സൗദി അറേബ്യയിൽ ചോറ് വെച്ച് വിതരണം നടത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് നബിദിനത്തെ കളിയാക്കുന്ന ചില ആളുകൾ. അവർ പറയുന്നത് സൗദിയിലാണല്ലോ യഥാർത്ഥ ഇസ്ലാം ഉള്ളത്, അവിടെയാണല്ലോ നബിയും സ്വഹാബത്തും ജീവിച്ചത്. അപ്പോൾ ഇസ്ലാമികമാണെങ്കിൽ അത് സൗദി അറേബ്യയിൽ ഉണ്ടാവണ്ടേ? സൗദി അറേബ്യയിൽ ഉള്ളതെല്ലാം ഇസ്ലാമികമാണ്, സൗദി അറേബ്യയിൽ ഇല്ലാത്തത് അത് അനിസ്ലാമികമാണ്, നബിയും സ്വഹാബത്തും ചെയ്യാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ. ഈ ഒരു ചിത്രം ഒന്ന് നോക്കൂ. കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞൊരു ചിത്രമാണ്. സൗദി നാഷണൽ ഡേയോടനുബന്ധിച്ചുകൊണ്ട് സൗദി അറേബ്യയിൽ നടന്ന ഘോഷയാത്രയുടെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗത്തിൻ്റെ ചിത്രമാണിത്. പൂർണ്ണമായി ഔറത്ത് കൃത്യമായി മറക്കാത്ത, ഇസ്ലാം നിർദ്ദേശിക്കുന്നത് പോലെ, ഖുർആൻ നിർദ്ദേശിച്ചതുപോലെ ഔറത്ത് കൃത്യമായി മറക്കാത്ത സ്ത്രീകൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നെഴുതിയ പതാകയും വഹിച്ച് നടക്കുന്ന ചിത്രമാണിത്. ഇത് നബിയും സ്വഹാബത്തും കാണിച്ചതാണോ? സൗദി അറേബ്യയിലേക്ക് നോക്കി ഇസ്ലാം തീരുമാനിക്കുമ്പോൾ ഇതെല്ലാം ശരിയാണ് എന്ന് പറയണ്ടേ? ഇതിനേക്കാളും വലുത് പലതുമുണ്ട്. വേറൊരു ചിത്രം ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം ഈ ലോക സുന്ദരി പട്ടത്തിന് വേണ്ടി മത്സരിക്കുന്നതിന് വേണ്ടി സൗദി രാജകുമാരൻ്റെ ആശീർവാദത്തോടുകൂടെ അതിനുവേണ്ടി മത്സരിച്ചൊരു പെണ്ണിൻ്റെ ചിത്രമാണിത്. സൗദി ഭരണകൂടത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ലോക സുന്ദരവട്ടത്തിന് വേണ്ടി ഈ ഒരു സ്ത്രീ മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ഫോട്ടോഷൂട്ടിൽ സൗദി അറേബ്യയുടെ പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നെഴുതിയ, മുഹമ്മദ് റസൂലുള്ളാഹി എന്നെഴുതിയ ആ ഒരു പതാക ഇങ്ങനെ തൂക്കിപ്പിടിച്ച് കൃത്യമായി ഔറത്ത് മറയ്ക്കാതെ ഉള്ള ഒരു പെണ്ണ്. ഇത് സൗദി അറേബ്യയിൽ നടക്കുന്ന സംഭവമാണ്. മാത്രമല്ല ഇതിനേക്കാളും വളരെ മോശമായ രീതിയിൽ ഈ ഒരു പതാക മാത്രം ശരീരത്തിൽ അണിഞ്ഞ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പുറത്ത് കാണിച്ചിട്ട് ശരീരത്തിൽ സാധാരണ ഇന്നർ വെയർ ധരിക്കേണ്ടുന്ന ഭാഗത്ത് ഈ ഒരു പതാക ധരിച്ചിട്ടില്ല. ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു പതാക കൊണ്ട് മാത്രം മറച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ വരെ ഈ സ്ത്രീൻ്റേതായി നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി കഴിയും. ഇത് സൗദി രാജകുമാരൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം സൗദി ഭരണകൂടത്തിൻ്റെ പ്രോത്സാഹനത്തോടുകൂടെ നടത്തുന്നതാണ്. ഇതാണോ ഇസ്ലാം? ഈ സൗദിയെ നോക്കിയിട്ടാണോ ഇസ്ലാം പഠിക്കേണ്ടത്? അപ്പോൾ സൗദിയെ നോക്കി ഇസ്ലാം പഠിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ചില ആളുകളുടെ ശ്രമമാണ്. ഇസ്ലാമിനെ, മുസ്ലിമീങ്ങളെ യഥാർത്ഥ ഇസ്ലാമിൽ നിന്നും അടർത്തി മാറ്റാനുള്ള, അങ്ങനെ ഇസ്ലാമിനെ ലോകത്ത് നിന്നും ഇല്ലായ്മ ചെയ്യാനുള്ള ചില ആളുകളുടെ ശ്രമമായിട്ടാണ് സൗദിയെ നോക്കി ഇസ്ലാം പഠിക്കണം എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, സൗദി അറേബ്യ എന്ന് പറയുന്നത് അമേരിക്കക്കാരൻ്റെ കയ്യിൽ നിന്ന് ക്യാഷും വാങ്ങി, അതല്ലെങ്കിൽ അമേരിക്കക്കാരൻ്റെ ആശീർവാദത്തോടുകൂടെ അമേരിക്കക്കാരൻ പറയുന്നതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അവർ അമേരിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്ത് നിന്ന് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ, മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതുപോലെ ഇസ്രയേൽ എന്നൊക്കെ അറിയാത്തവരാരാണുള്ളത്? ഈ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ സുരക്ഷിതത്വത്തിൽ അവർ പറയുന്നത് പോലെ ജീവിക്കുന്നൊരു രാജ്യമാണ്. അവർ പറയുന്നത് പോലെയാണ് ഭരണം കൊണ്ടുപോകുന്നത് ഈ സൗദി അറേബ്യ. അത് അറിയാത്തവർ ആരാണുള്ളത്? അപ്പോൾ സൗദിയെ നോക്കിയിട്ടല്ല ഒരിക്കലും ഇസ്ലാം പഠിക്കേണ്ടത്. സൗദിയിൽ ഇനി ദുബൈനെ വെല്ലുന്ന രീതിയിൽ വലിയ ടൗൺഷിപ്പുകൾ വരുന്നു. അവിടെ മദ്യപിക്കാനും സ്ത്രീകൾക്ക് തോന്നിയതുപോലെ നടക്കാനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളെല്ലാം വളരെ ആവേശത്തോടുകൂടെ നടത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ടൗൺഷിപ്പ്, ലോക ബിസിനസ് ഹബ്ബായി സൗദിയെ മാറ്റാനുള്ള ശ്രമത്തിലാണ് നിലവിലെ സൗദി ഭരണകൂടം. ഇതൊക്കെ ഏത് റസൂൽ പഠിപ്പിച്ചതാണ്? ഇതൊക്കെ ഏത് ഖുർആൻ പഠിപ്പിച്ചതാണ്? അപ്പോൾ സൗദി അറേബ്യയെ നോക്കി ഇസ്ലാം പഠിക്കണം എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. സൗദിയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊന്നും ഒരിക്കലും ഇസ്ലാമികമല്ല. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരുടെ പല പേക്കൂത്തുകൾക്കും അവിടെ തടസ്സമായിട്ടുള്ളത് മക്കയും മദീനയുമാണ്.
മക്കയും മദീനയും സൗദി അറേബ്യയിലല്ലായിരുന്നെങ്കിൽ അവിടെ അവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുക എന്ന് പറയാനൊന്നും കഴിയില്ല. അപ്പോൾ സൗദിയെ നോക്കി ഒരിക്കലും ഇസ്ലാം തീരുമാനിക്കരുത്. മാത്രമല്ല, നമുക്കറിയപ്പോൾ ഗസയിൽ 10,000-കണക്കിന് വരുന്ന നിരപരാധികളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ആ ഇസ്രായേലിന് വേണ്ടുന്ന എണ്ണ ഒഴുകുന്നത് എവിടെ നിന്നാണ്? സൗദി അറേബ്യയിൽ നിന്നാണ്. യുദ്ധത്തിന് മുമ്പ് സൗദി ഇസ്രായേലിന് നൽകിയിരുന്ന എണ്ണയുടെ ഡബിളാണ് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിലേക്ക് സൗദിയിൽ നിന്നും ഒഴുകുന്നത്. അപ്പോൾ ഇങ്ങനെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ ഇസ്രായേലിനെ സഹായിക്കുന്നൊരു രാജ്യമാണ് ഈ സൗദി അറേബ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ സൗദിയെ നോക്കിയിട്ട് ഇസ്ലാം പഠിക്കണമെന്ന് പറഞ്ഞാൽ, സൗദിയിലുള്ളതാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ സൗദിയിൽ ഇല്ലാത്തത് കൊണ്ട് അത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. സൗദി അറേബ്യ എന്ന് പറയുന്നത് അമേരിക്കക്കാരൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരുടെ ചൊൽപ്പടിക്ക് നീങ്ങുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയാണെങ്കിൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി, മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നൊരു രാജ്യവുമാണ്. അതുകൊണ്ട് സൗദിയെ നോക്കി ഒരിക്കലും ഇസ്ലാം പഠിക്കരുത്.